മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ രാത്രിയിൽ ഏതു സമയത്ത് ദുആ ചെയ്താലാണ് അല്ലാഹു എന്റെ ദുആഇനെ സ്വീകരിക്കുക? ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം രാത്രിയിൽ ഏതു സമയമാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറുപടി പറയുന്നുണ്ട്, ആ സമയം വളരെ പവിത്രമേറിയ സമയമാണ്. എന്തു ചോദിച്ചാലും ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന് ഉറപ്പുള്ള സമയമാണ്. ഈ സെയിം സമയം തന്നെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ ഈ സമയത്ത് ദുആ ചെയ്യണേ, അല്ലാഹു സ്വീകരിക്കും എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ സമയവും അത് ഈ സമയം തന്നെയാണ്. ഒരു വലിയ മഹാന് രാത്രിയിലെ ഈ ഒരു പ്രത്യേക സമയത്തിരുന്ന് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ വലിയ മഹാനെ കാണാൻ വേണ്ടി ചെന്ന ആ ആള് വെയിറ്റ് ചെയ്ത് നിന്നു, കൂടെ നിസ്കരിക്കുകയൊക്കെ ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അവരോട് ചോദിക്കാൻ, ഈ ആയത്ത് എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നതെന്ന്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈ ആയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വലിയ മഹാൻ പറഞ്ഞു, അത്രേ, 1 കൊല്ലം കഴിഞ്ഞാലേ ഞാനത് പറഞ്ഞുള്ളൂ. അങ്ങനെ അവിടെ തന്നെ നോട്ട് ചെയ്തു വെച്ചു, 1 കൊല്ലം കഴിഞ്ഞത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായി 1 കൊല്ലം കഴിഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നു. ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കപ്പെട്ടു. ഈ പവിത്രമേറിയ സമയത്ത് ഈ ആയത്ത് ഓതിയിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ ഇജാബത്തുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിശുദ്ധ റമളാനിൽ നമ്മുടെ രാത്രി ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ആ സമയത്തെ കുറിച്ചും ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നതിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അപ്പോൾ റമളാനിലെ ചൊവ്വാഴ്ചകളിലെ റമളാൻ മാസത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ റമളാൻ കഴിഞ്ഞാണ് ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ചൊവ്വാഴ്ച ബുക്കിങ്ങിന് വേണ്ടി വരേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മളതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരവും ആ നിസ്കാരം രാത്രിയിലെ ഒന്നുറങ്ങിയിട്ട് എപ്പോഴും നിസ്കരിക്കാം, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയവും അത് നിസ്കരിച്ചാൽ ഈ ഒരു പ്രത്യേക ആയത്തുണ്ട്. ആ ആയത്ത് നമ്മൾ പരിഗണിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാത്രിയെ സജീവമാക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പന എന്നോണം, നബിയെ അങ്ങ് രാത്രിയുടെ മുന്നിൽ 2 ഓഹരിയോളം നിന്ന് നിസ്കരിക്കാറുണ്ടെന്ന് അല്ലാഹുവിനറിയാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്, രാത്രി ഉണർന്നെഴുന്നേൽക്കൽ കാതും മനസ്സും തമ്മിൽ കൂടുതൽ യോജിപ്പിക്കും, ഓത്തിനെ കൂടുതൽ സ്പഷ്ടീകരിക്കുകയും ചെയ്യും. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ആ മൂകമായ സമയത്ത് ഓതുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും ആ സമയത്ത് ഓതാനല്ലേ. അവരുടെ പാർശ്വങ്ങൾ ശയ്യ വിട്ടുയരുന്നു. റബ്ബിനോടവർ ഭയത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ടും സുജൂദിൽ കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നവനോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരു കൂട്ടർ അവരുടെ റബ്ബിനോട് രാത്രി സുജൂദിൽ കിടന്നും നിന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നബിയെ, രാത്രി എഴുന്നേറ്റ് താങ്കൾക്ക് വേണ്ടി അധികം നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന ആയത്തുകളുടെ ആശയമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാനുള്ള കൽപ്പന പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പുതച്ചു കിടക്കുന്ന നബിയെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് രാത്രിയുടെ കൂരിരുട്ടിൽ മൂടിപ്പുതച്ചിറങ്ങുന്നവരോടെല്ലാം എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനാണ് ഇവിടെ കൽപ്പന. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് കൽപ്പന വന്നിട്ടുള്ളതെങ്കിലും, നബിതങ്ങളോടാണ് കൽപ്പന വന്നിട്ടുള്ളതെങ്കിലും ഉമ്മത്തിനും അത് ബാധകമാണ്. എപ്പോഴാണ് അത് ഉമ്മത്തിന് ബാധകമാകുക? നബിയോടുള്ള കൽപ്പനയായ ഖുർആനിൽ വന്നവയെല്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ബാധകമെന്ന പ്രത്യേക തെളിവില്ലാത്ത എല്ലാം നമുക്കും ബാധകമാണ് എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് എന്നതിന്റെ തെളിവില്ലാത്ത കാലത്തോളം അത് നമുക്കും ചെയ്യൽ ബാധ്യതയാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിലെ ധാരാളമായിട്ട് നിസ്കരിക്കാനുള്ള, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം, രാത്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നിരവധി റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ രാത്രിയിലെ ഏതു സമയത്താണ് ആ ഉത്തരം കിട്ടുന്ന സമയം? അത് 12 മണിക്ക് ശേഷമുള്ള സമയമാണോ, അതിന്റെ മുമ്പുള്ള സമയമാണോ? ചിലരൊക്കെ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയുള്ള സമയമാണോ, എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ രാത്രി ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം അത് ഒടുവിലത്തെ 1/3 ബാക്കിയുള്ളപ്പോഴുള്ള സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിനാണ് കൂടുതൽ പ്രബലമായിട്ടുള്ള ഇമാമുകളൊക്കെ പ്രബലമാക്കിയിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിനാണ്. അപ്പൊ രാത്രിയിലെ അതങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആ സമയം, രാത്രിയുടെ 1/3 ബാക്കിയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം എന്ന് പറയാൻ കാരണം, അല്ലാഹുവിന്റെ ഔദാര്യങ്ങളെല്ലാം അവതരിക്കുന്ന വളരെ പ്രത്യേകമായ സമയമാണ് ആ സമയം എന്നുള്ളതാണ്. ആത്മാർത്ഥതയുള്ള ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ സമയമാണ് ഈ ഒരു രാത്രിയുടെ 1/3 ബാക്കിയുള്ള സമയം എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുത്തെ ദുആയെ രാത്രിയിലേക്ക് നീട്ടിവെച്ചു എന്നുള്ളതാണ്. രാത്രിയിലേക്ക് നീട്ടിവെച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ മക്കളോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാനുള്ള ഒരു സമയം നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് രാത്രിയിലെ കൂടുതൽ സമയം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന മാത്രയിൽ ചോദിക്കുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അള്ളാഹുവിൽ നിന്ന് വഹയുമായിട്ട് വരുന്നവരല്ലേ, അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാമെന്ന ധാരണയിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ അവസരം മുതലാക്കി ചോദിച്ചതാണ്, രാത്രിയിൽ ദുആ സ്വീകരിക്കാൻ ഏറ്റവും അർഹമായത് ഏതു സമയത്ത് നാം ദുആ ചെയ്താലാണ് പെട്ടെന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടാന്ന്. അപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നത്, എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അർദ്ധരാത്രിക്ക് ശേഷം അർദ്ധരാത്രി അർശ് കുലുങ്ങാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മനുഷ്യരെല്ലാം കൂടണഞ്ഞ ശേഷം,
മൃഗങ്ങളെല്ലാം ഉറങ്ങുന്ന, മനുഷ്യരെല്ലാം ഉറങ്ങുന്ന, മൃഗങ്ങളെല്ലാം നിദ്രയിലാകുന്ന ആ സമയത്ത്, എല്ലാവരും കരിമ്പടം പുതച്ച് നല്ല സുഖനിദ്രയിലാകുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള മുനാജാത്താണ്. അത് വേറെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ഇത്തരം സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ഒരു രൂപത്തിൽ പറയുന്നുണ്ട്, രാത്രിയിലെ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം എല്ലാ മുസ്ലിമീങ്ങൾക്കും അതൊരു ബാധ്യതയാണ്. അതൊരാട്ടിനെ കറക്കുന്ന സമയമേ ഉള്ളൂവെങ്കിലും ശരി, നിങ്ങൾ അത് കഴിയുന്ന രൂപത്തിൽ കൃത്യമായിട്ട് അത് നിസ്കരിക്കണം എന്ന് മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കണം. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഒരു ആയത്ത് ഓതിയിട്ട് നിസ്കരിച്ചപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത്. ഒരു വലിയ മഹാന് കച്ചവടത്തിന് കൂഫയിലേക്ക് ചെന്നതാണ്. അങ്ങനെ കൂഫയിലേക്ക് ചെന്നപ്പോൾ അവിടെ അഅ്മശ് റളിയല്ലാഹുവിന്റെ സമീപത്തെത്തി. അപ്പൊ അവിടെ എത്തിയപ്പോ ഒരു രാത്രി ബസ്റയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തുനിഞ്ഞപ്പോ അഅ്മശ് റളിയല്ലാഹു നിസ്കാരത്തിലായിരുന്നു. നിസ്കാരത്തിലായ അഅ്മശ് റളിയല്ലാഹുവിനോട് സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടോ മറ്റൊക്കെ അവിടെ നിന്ന് ആ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോ ആ അഅ്മശ് റളിയല്ലാഹു അൻഹു പ്രത്യേക ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്. ഏതാണ് ആയത്തെന്നറിയോ? ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് തുടങ്ങുന്ന, നമുക്കൊക്കെ അറിയാവുന്ന, നമ്മിൽ പല ആളുകളും ആ ആയത്ത് കാണാതെ പഠിച്ചവരാണല്ലേ. ആ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കണം. അപ്പോ ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കണല്ലോ, ഈ ആയത്തിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. അത് ഓതിയ ശേഷം അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം വചനം ചൊല്ലുന്നുണ്ട്. അള്ളാഹു തനിക്കായി സാക്ഷ്യം വഹിച്ച കാര്യങ്ങളിലെല്ലാം ഇതാ ഞാനും സാക്ഷിയാകുന്നു. ഈ സാക്ഷ്യം ഞാനിതാ അള്ളാഹുവെങ്കിൽ ഒരു നിധിയായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. ഇത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇത് കേട്ടപ്പോ എനിക്കെന്തോ വല്ലാത്തൊരു അനുഭൂതി, ഇതിലെന്തോ പൊരുളുണ്ട്, ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഈ ആയത്തിൽ എന്താണ് അദ്ദേഹം അഅ്മശ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ദീർഘമായ നിസ്കാരമാണ്. നിസ്കാരം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. നിസ്കാരം കഴിഞ്ഞു. അഅ്മശ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ നിസ്കരിക്കാനും കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ചോദിച്ചു, അങ്ങിങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ചൊല്ലിയിരുന്നത് എന്താണ്? അതെങ്ങനെയാണ് കിട്ടിയത്? അദ്ദേഹം ഇങ്ങനെ ഈ ആള് അവരോട് അഅ്മശ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അവര് മറുപടി കൊടുത്തു, അള്ളാഹുവാണ്, ഒരു കൊല്ലത്തിന് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ തന്നെ അവര് ആ തീയതി അവിടെയുള്ളൊരു വാതിലിൽ എഴുതിയിട്ടു എന്നുള്ളതാണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ നേരെ അവരുടെ അടുക്കൽ ചെന്നുണർത്തി, ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്തിനാണ് അങ്ങ് ആയത്ത് ഓതിയിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാന്ന്. ചില മഹാന്മാരുടെ അടുക്കലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചില റൂട്ടുകൾ ഉണ്ടാവും, അപ്പൊ അത് നമ്മൾ പാലിക്കേണ്ടി വരും. അപ്പോ ഈ വിനീതന്റെ കൂട്ടുകാരൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവിൽ ഒരു വലിയ മഹാനെ കാണാൻ പോയി. വലിയ സൂഫി വര്യൻ, ആലിമാണ്, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചൊരു വലിയ മഹാൻ. അവര് പ്രത്യേകമായ റൂട്ടാണ് അവർക്ക്. അവര് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അവരെ കാണാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്യണം. ഒരു പീടികയുടെ വരാന്തയിലാണ് അവരിയ്ക്കുക. കുറേ പുസ്തകങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ പലതും ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. കണ്ടാലൊരു ആലിമിന്റെ വേഷമല്ല, ഒരു ജട കുത്തിയ മുടിയാണ്. അതേപോലെ തന്നെ ഒരുമാതിരി വേഷമൊക്കെയാണ് ഉണ്ടായിരുന്നത്. കണ്ടാലൊരു ആലിമാണെന്നോ സൂഫിയാണെന്നോ തോന്നില്ല. ആ രൂപത്തില് ഉള്ള ഒരു വലിയ മഹാന്, അത് വലിയൊരു മഹാനും വലിയുമാണെന്ന് എല്ലാവർക്കും അറിയാം. അവര് നാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അത് നടന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങള് കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവര് നമ്മുടെ മുഖത്തേക്ക് നോക്കുകയില്ല, തീരെ നോക്കുകയില്ല. അപ്പൊ കുറേ സമയം അവിടെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയിട്ട് കുറച്ചേരം അങ്ങ് നോക്കി എന്നിട്ട് നമ്മളോട് അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി പറയും. അപ്പൊ ചില മഹാന്മാരുടെയൊക്കെ റൂട്ട് അങ്ങനെയായിരിക്കും, പല രീതികളുണ്ടാവും അവർക്ക്. അപ്പൊ ആ രീതികളൊക്കെ നമ്മൾ അവിടെ ചെന്നാൽ അവരുടേതായ രീതികൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ.
അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പറഞ്ഞുതരാൻ വേണ്ടി അറിയിച്ചുതരാൻ വേണ്ടി പോയി എന്നുള്ളത്. അങ്ങനെ ചെന്നപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞു, ഈ ഒരു ആയത്ത് ചൊല്ലിയ ആളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ ആയത്ത് ഓതുന്ന ആളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു പറയും, എന്റെ അടിമയും ഞാനും തമ്മിലൊരു ഉടമ്പടിയുണ്ട്, ആ ഉടമ്പടി നിറവേറ്റിത്തരാൻ ഞാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനാൽ എന്റെ ഈ അടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളുവിൻ എന്ന് മലക്കുകളോട് പറയുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ആ തഹജ്ജുദ് നിസ്കാരത്തിൽ നമുക്ക് ഈ ആയത്തൊന്നും ഓതേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരം ധാരാളമായിട്ട്, രാത്രിയിലുള്ള നിസ്കാരം ധാരാളമായിട്ട് നിസ്കരിക്കുന്നവരായിരുന്നു. നമുക്കറിയാലോ, ഹബീബായ തങ്ങൾ അങ്ങേയറ്റത്തെ നന്ദി പ്രകടിപ്പിക്കുന്നവരായിരുന്നു. നമുക്കാണ് അതിനൊക്കെ ഒരു പ്രയാസമുള്ളത്. രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച് അവിടുത്തെ പാദങ്ങളിൽ നിന്ന്, തൃപ്പാദങ്ങളിൽ നിന്ന് നീര് വന്ന് വീർക്കുന്നത് വരെ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേക്ക് പുറത്തു തന്നു കിട്ടിയിട്ടും അങ്ങെന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്, കാൽ നീർകെട്ടി വീർക്കുമാർ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നമുക്കൊക്കെ അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടയോ എന്നുള്ളതാണ്. ആ തീവ്രമായ അങ്ങേയറ്റത്തെ നന്ദി പ്രകടനം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന് പ്രത്യേകമായ സമ്പൂർണ്ണ മഹത്വത്തിന്റെ ധ്വനിയിലുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച അപാരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഈ അമലാണല്ലോ അവിടുന്ന് തിരഞ്ഞെടുത്തത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ലഭിച്ചതല്ലേ. ഒരുപാട് അനുഗ്രഹം, അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ വരെയുണ്ടായി. ആ വലിയ അനുഗ്രഹങ്ങൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ നന്ദി പറഞ്ഞാലാണ് അതിന് മതിയാവുക. അതുപോലെയാണ് നമ്മളും അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. നമ്മുടെ കീഴിലുള്ള ആളുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. എത്രയോ വലിയ രോഗങ്ങളുള്ളവരുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കാണുന്നവരുണ്ട് ഫോണിലൂടെ, അല്ലേ? നിങ്ങളിത് നിങ്ങളുടെ ചെവികളെ കൊണ്ട് കേൾക്കുന്നവരുണ്ടല്ലേ. എന്നാൽ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ കാണാനും കഴിയാത്ത എത്രയോ അന്ധരും മൂകരുമായ ആളുകളുണ്ട്. അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ മുഅ്മിനീങ്ങളൊന്ന് അൽഹംദുലില്ലാ പറയൂ. അള്ളാഹു നമുക്ക് ഇത്രയും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയൂ. ഇത്രയും അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചതിന് അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരാനും വേണ്ടിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയൂ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിൽ ഏത് സമയത്താണ് നമ്മൾ അള്ളാഹുവിനോട് ഇബാദത്തുകളിൽ സജീവമാകേണ്ടത്? രാത്രി ഏതു സമയത്ത് നിസ്കരിച്ചാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക? നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അത് കൃത്യമായി ഉണർത്തിയിട്ടുണ്ട്, രാത്രിയിൽ ഏതു സമയത്ത് നിസ്കരിക്കണം എന്നുള്ളത്. ഇതിൽ മഹാന്മാർക്കും അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കൊക്കെ സ്വഹാബാക്കൾക്കൊക്കെ 5 രീതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനിത് മുമ്പ് പറഞ്ഞതാണ്, ഒരു ആവർത്തി കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കേൾക്കാത്തവർ കേൾക്കാനും കേട്ടവർക്ക് തന്നെ ഒന്നും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ 5 സമയങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കുക. ഈ 5 രൂപങ്ങളിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്നുള്ള താഴെ നിന്ന് എഴുതി അറിയിക്കണേ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, നേരം പുലരുവോളം കിടന്നുറങ്ങുമെന്നും എഴുന്നേറ്റാൽ നിസ്കരിക്കാറില്ലെന്നും. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ രാത്രിയിലെ നിസ്കാരത്തിന്റെ 5 മർത്തബകളിൽ ഒന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ 5 രൂപങ്ങളുണ്ട്, 5 മർത്തബകൾ, 5 സ്ഥാനങ്ങൾ. അതിൽ ഒന്നാമത്തേത് രാത്രി മുഴുവനും ഇബാദത്ത് കൊണ്ട് സജീവമാവലാണ്. നിങ്ങൾ നോക്കൂ, രാത്രി മുഴുവനായിട്ട് ഇബാദത്തുകളെ കൊണ്ട് സജീവമാകുന്ന രൂപമാണ് ഒന്നാമത്തത്. അപ്പൊ രാത്രി മുഴുവൻ അവർ നിസ്കരിക്കും. അത് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന കരുത്തരായ മനക്കരുത്തുള്ള പുണ്യാത്മാക്കളുടെ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്നവരുടെ മർത്തബയാണ്.
അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തില് മധുരം ലദ്ദത്ത് കണ്ടെത്തിയവരാണ് അവർ. അപ്പൊ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളുകളെ അതുപോലെ ഒന്നും നമുക്കാകാൻ കഴിയൂല. അതാണ് ഒന്നാമത്തെ മർത്തബ. ആ രൂപത്തിൽ നമ്മളൊന്നും പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാൻ പാടില്ല. മഹാന്മാരൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ആത്മീയമായിട്ടുള്ള ഊർജ്ജവും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ നമ്മുടെ ശരീരവും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അവരുടെ ആത്മാവിന്റെ ഭക്ഷണാണ് യഥാർത്ഥത്തിൽ. അവ ശരീരത്തിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെ ഒക്കെ ഭക്ഷണമായിട്ടാണ് അവർ ആ ഇബാദത്തിനെ കാണുന്നത്. അപ്പൊ ആ ഇബാദത്ത് അവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിലൊന്നൊരു അവരുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടില്ല. ആ രൂപത്തിലേക്ക് എത്തിയവർ ഒരു കൂട്ടം മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു ഇത് എന്നുള്ളതാണ്. മഹാനരായ അബൂ ഹനീഫ ഇമാമ്, അതേപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, അബൂ സലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, റബീഉ ബിൻ ഖൈസം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ ഒരു രൂപമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിലെ ഒന്നാമത്തെ മർത്തബ, നിങ്ങൾക്ക് ഈ പേര് പറഞ്ഞ ഇമാമുകളില് അവസാനം റബീഉ ബിൻ ഖൈസം എന്നാണ് പറഞ്ഞു കേട്ടാ, ഹൈസം. ആ ഇമാം ഇങ്ങനെയുള്ള ഈ ഒരു രൂപം സ്വീകരിച്ചിരുന്ന മഹാന്മാരുടെ പേരാണ് പറഞ്ഞത്. ഇതിലെ ചില ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അബൂ ഹനീഫ ഇമാമിനൊക്കെ അല്ലേ, ഇൻഷാ അല്ലാഹ് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പരിചയമുള്ളവരുണ്ടാകും. അപ്പൊ ഒന്നാമത്തെ ഒരു മർത്തബ അതാണ്. അത് ഈ മഹാന്മാരൊക്കെ ആ രൂപത്തിലാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതി സമയം ഇബാദത്തുകൾ ചെയ്യലാണ് എന്നുള്ളതാണ്. അപ്പൊ നേരം പുലരുവോളം അവര് ഇബാദത്തിൽ ഇങ്ങനെ തുടരും. ഈ പതിവുകാരായ മുൻഗാമികളെ ക്ലിപ്തപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ അനേകമുണ്ട്. ഇതിൽ ഏറ്റവും നല്ല വഴി രാത്രി ആദ്യത്തെ 1/3 ഭാഗം ഉറങ്ങുക, ഒടുവിലത്തെ 1/6 ഭാഗം ഉറങ്ങുക, പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ ഇബാദത്തിൽ മുഴുകുക. ഇതാണ് ഇതിലെ ഏറ്റവും ഉത്തമമായ രൂപം. അപ്പൊ രാത്രിയുടെ പകുതി സമയം ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാല് അവസാനത്തെ പകുതി മുഴുവൻ സുബ്ഹി വരെ ഇബാദത്ത് എടുക്കാന്നല്ല. അതിന്റെ ആദ്യത്തെ ഭാഗം ഉറങ്ങുക, അവസാനത്തെ ഭാഗവും കുറച്ചുറങ്ങുക. ആ പകുതി ഭാഗം വരുന്ന രൂപത്തില് നടുവില് എന്ത് ചെയ്യുക, കുറച്ച് സമയം ഇബാദത്തിൽ ഒഴിഞ്ഞിടുക. ആ ഇബാദത്തിൽ ഒഴിഞ്ഞിടുന്ന രാത്രി മൊത്തം ആക്കിയിട്ട് അതിന്റെ പകുതി സമയം ഉണ്ടായിരിക്കുക. അപ്പൊ രാത്രിയുടെ പകുതി സമയം ഇബാദത്ത് എടുക്കുന്ന രൂപം. ആദ്യം പറഞ്ഞ രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കുന്ന രൂപമാണ്. മൂന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ 1/3 അംശം ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതാണ്. ഇതിൽ രാത്രിയുടെ ആദ്യത്തെ പകുതിയും ഒടുവിലത്തെ 1/6 അംശവും ഉറങ്ങണം. ബാക്കി സമയം മുഴുവൻ ഇബാദത്തിൽ മുഴുകുകയും ചെയ്യണം. മൊത്തത്തിൽ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലും രാത്രിയുടെ അവസാന ഭാഗം എപ്പോഴും ഉറങ്ങാൻ സമയം കണ്ടെത്തണം. അതെന്തിനാണ് അങ്ങനെ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങുന്നത് എന്തിനാന്ന് വെച്ചാല് ബാക്കി സമയം മുഴുവൻ ഇബാദത്തിൽ ഏർപ്പെട്ട് രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ്. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം പിറ്റേന്ന് നമുക്ക് ഉറക്കം തൂങ്ങാതിരിക്കാനും മുഖം മങ്ങാതിരിക്കാനും അത് പ്രയോജനപ്പെടും. പിന്നെ ആ സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്കൊക്കെ തെളിഞ്ഞു വരാൻ കാരണമാകും. നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ. ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിലും കുറച്ച് നേരത്തെ എണീച്ച് 3 മണിക്കൊക്കെ എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്. അവർ തഹജ്ജുദ് നിസ്കരിച്ച് അവരുടെ ഔറാദുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ സമയം ഒന്ന് സുബഹിന്റെ മുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് പുതപ്പിട്ട് മൂടി കിടക്കല്ല, ജസ്റ്റ് ഒന്ന് സുന്നത്തുകളൊക്കെ പാലിച്ചൊന്ന് ഉറങ്ങുന്നത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സകങ്ങളിലേക്ക് വെളിവാകാനൊക്കെ കാരണമാകുന്നുള്ളത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 മർത്തബകൾ കഴിഞ്ഞു. മൂന്നാമത്തെ മർത്തബ രാത്രിയുടെ 1/3 അംശം ഇബാദത്ത്. ആദ്യത്തെ രാത്രി മുഴുവൻ, രണ്ടാമത്തെ രാത്രിയുടെ പകുതി, മൂന്നാമത്തെ രാത്രിയുടെ 1/3 അംശം ഇബാദത്തിൽ മുഴുകൻ. നാലാമത്തത് ഇങ്ങനെ ഒന്നും അളന്നു മുറിച്ച് കണക്കാക്കാതിരിക്കുക. അഥവാ ഇതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. ഇതായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു താബിഈകളിലെ പ്രമുഖരും താബിഈകളിൽ നിന്നൊരു സംഘവും ഈ രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അവർ രാത്രിയുടെ ആദ്യം മുതൽ തന്നെ നിസ്കാരം തുടങ്ങും. കഠിനമായ ഉറക്കം വന്നാൽ ഉറങ്ങും, ഉണർന്നാൽ വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങും, വീണ്ടും ഉറക്കം കീഴടക്കുമ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ രാത്രിയിൽ 2 ഉറക്കവും 2 ഉണർച്ചയും ഉണ്ടാകും. ഇതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും താബിഈകളുടെയും ഒരു രീതി ഉണ്ടായിരുന്നത്. ഇതാണ് 4ാമത്തെ മർത്തബ. 5ാമത്തെ മർത്തബ ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ളതാണ്.
അതായത് 4 റക്അത്തോ 2 റക്അത്തോ നിസ്കരിച്ച് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് 1 മണിക്കൂർ നേരം ദിക്റിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ദുആകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്താൽ അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടും. ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ആട്ടിനെ കറക്കുന്ന സമയമെങ്കിലും ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാന്നല്ലേ. അപ്പോ ആ ഒരു സമയം, അതായത് മാത്രമല്ല 1 മണിക്കൂറോളം ദിക്റുകളിലായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പൊ ആ രൂപത്തില് നമ്മുടെ ദിവസങ്ങളെ, നമ്മുടെ സമയങ്ങളെ ക്രമീകരിക്കുക. ഈ വിശുദ്ധ റമദാനിലെ ആ രൂപത്തിലേക്ക്. ഇപ്പൊ ഇതിൽ 5 മർത്തബകൾ പറഞ്ഞല്ലോ. ഇതിൽ ഏതാണ് നിങ്ങളുടെയൊക്കെ ശൈലി എന്നുള്ളത് താഴെ എഴുതി അറിയിക്കുക. അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മൾ മുമ്പ് ഈ ഒരു 5 മർത്തബകളെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹായകമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആർക്കും രാത്രി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുന്നുള്ളത്. ചില ഹദീസുകളിലൊക്കെ കാണാം, രാത്രി നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ആരാണെന്ന് ചോദിച്ചാല് അവര് ജീവിതത്തിൽ പാപങ്ങളാൽ നന്നായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും, ഹറാമുമായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും. അവർക്ക് രാത്രി നിന്ന് നിസ്കരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. സമയം കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് നിസ്കരിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഷ്ടകാലം തെറ്റുകളിൽ നിന്ന് അകന്ന് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളെ കുറിച്ച് പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട ആയത്തിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.